ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് കേൾക്കാൻ പോകുന്നത് വിഷ്ണുസ്തുതിയാണ്. വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ഭഗവാൻ ദേവിയെ വർണ്ണിക്കുകയാണ്. ബ്രഹ്മാവ് തുടർന്ന് നാരദന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ദേവിയെപ്പറ്റി വാചാലനായ വിഷ്ണു വീണ്ടും പറയുകയാണ്. ആ അമ്മയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആ സവിധത്തിലേക്ക് പോകാം. നമുക്ക് അമ്മയെ വീണ്ടും വീണ്ടും നമസ്കരിക്കാം. മഹാമായയായ ഇവളാണ് നമുക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്നത്. അതിനാൽ ഭയലേശമില്ലാതെ അങ്ങോട്ട് ചെന്ന് നമുക്ക് നമസ്കരിക്കാം. ഹരി അങ്ങനെ പറഞ്ഞപ്പോൾ ആമോദത്തോടെ ഞങ്ങൾ ആ സവിധമണയാൻ വെമ്പൽ പൂണ്ടു. ഭഗവാൻ ഹരിയോട് ഓം എന്ന് സമ്മതം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിമാനത്തിൽ നിന്നും ഇറങ്ങി. ഞങ്ങൾ ആ ഗോപുരവാതിൽക്കൽ ആശങ്കയോടെ ചെന്നു നിന്നു. ഗോപുരദ്വാരത്ത് ഞങ്ങൾ മൂവരെയും കണ്ടപ്പോൾ തന്നെ ദേവി ഒരു മന്ദസ്മിതത്തോടെ ഞങ്ങളെ ക്ഷണനേരത്തിൽ സ്ത്രീരൂപിണികളാക്കി. സർവാഭരണ ഭൂഷിതരും നവയൗവനയുക്തകളുമായ 3 തരുണികളായി ഞങ്ങൾ അമ്മയുടെ അരികിൽ ചെന്നു. പ്രേമപുരസരം ആ ദേവി ഞങ്ങളെ നോക്കി. ഞങ്ങൾ അമ്മയുടെ പാതാരവിന്ദങ്ങളെ കൂപ്പി വിസ്മയത്തോടെ നിന്നു. നാനാതരം അമൂല്യമായ കല്ലുകൾ പാകിയ കോടി സൂര്യപ്രഭ മിന്നുന്ന പാദപീഠം കണ്ട് ഞങ്ങൾ അത്ഭുതഭരിതരായി. നീല, ചുവപ്പ്, മഞ്ഞ നിറങ്ങളോടുകൂടിയ പട്ടുടയാട ചാർത്തിയ സർവാഭരണ ഭൂഷിതകളായ അനേകായിരം സഖിമാരാൽ ദേവി പരിസേവിതയാണവിടെ. ചിലർ ആടുന്നു, ചിലർ പാടുന്നു, മറ്റു ചിലർ വീണ വായിക്കുന്നു. അല്ലയോ നാരദ, അവിടെ ദേവിയുടെ കാൽനഖമണിയിൽ കണ്ട അപൂർവമായൊരു കാഴ്ച എന്തെന്ന് ഞാൻ പറയാം. ബ്രഹ്മാണ്ടം മുഴുവനും ഞാൻ അവിടെ കണ്ടു. ഞങ്ങൾ ത്രിമൂർത്തികളെയും സൂര്യചന്ദ്രന്മാരെയും എല്ലാം ഞാൻ അവിടെ കാണുകയുണ്ടായി. വരുണൻ, ഇന്ദ്രൻ, കുബേരൻ, പർവ്വതങ്ങൾ, കടലുകൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, പിതൃക്കൾ, സിദ്ധർ, സാധ്യന്മാർ, വസുക്കൾ, നാഗന്മാർ, കിന്നരന്മാർ എന്നു വേണ്ട സകല ചരാചരങ്ങളെയും അവിടെ ആ നഖമണിപ്രഭയിൽ ഞാൻ ദർശിച്ചു. വൈകുണ്ഠം, സത്യലോകം, കൈലാസം, ഞാൻ പണ്ടുണ്ടായ താമര, അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ശ്രീഹരിയുടെ നാഭീപത്മം, ശേഷശായിയായ വിഷ്ണു, മധുകൈടപന്മാർ എന്നിങ്ങനെയുള്ള സകലതും കണ്ടു. ഞാൻ അത്ഭുതസ്തബ്ധനായി. എന്നെ പോലെ തന്നെ ഹരിഹരന്മാരും വിസ്മയത്തിലായിരുന്നു. അപ്പോൾ മൂവരും കൂടി പറഞ്ഞു, വിശ്വത്തിൻ്റെ ജനനി ഇവൾ തന്നെ. സുധാമയായ ഈ പ്രശാന്തതയിൽ ഒരു 100 വർഷം പെട്ടെന്ന് കഴിഞ്ഞുപോയി. അതീവ സുന്ദരമായ തോഴിമാർ ഞങ്ങൾ മൂവരെയും അവരിൽപ്പെട്ട തരുണീമണികളായി കണക്കാക്കി. മനസ്സിനെ മയക്കുന്ന രീതിയിലുള്ള അവരുടെ ചേഷ്ടിതകൾ കണ്ടും അറിഞ്ഞും ഞങ്ങളുടെ മനസ്സ് തണുത്തു. ഒരു ദിവസം യുവതീഭാവത്തിൽ വിഷ്ണു ദേവിയെ ഇങ്ങനെ സ്തുതിച്ചു. അമ്മേ ദേവി, എൻ്റെ വിനീത നമസ്കാരം. അവിടുന്ന് വിശ്വമാതാവാണ്, പ്രകൃതീശ്വരിയും കല്യാണിയും സർവാർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന വരദയും നീയാണ്. സിദ്ധിവൃദ്ധികൾ അവിടുന്നാണ്. പഞ്ചകൃത്യ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം വിതായികയായ അമ്മേ, അവിടുന്നാണ് സച്ചിദാനന്ദ സ്വരൂപിണി. സർവത്തിന് ആധാരയും മൂലക്കല്ലുമായ അമ്മയെ ഞങ്ങൾ തൊഴുതു നമസ്കരിക്കുന്നു. മന്ത്രങ്ങളിൽ വെറും അർത്ഥമാത്രയ്ക്ക് പോലും പരമമായ പദം ലഭ്യമാക്കുന്നത് അവിടുത്തെ നാമത്തിൽ മാത്രമാണ്. ഹ്രീങ്കാരരൂപേ അമ്മേ, ഞങ്ങൾ കൈകൂപ്പുന്നു. സകലതും നിന്നിൽ വിലയിച്ചിരിക്കുന്നുവെന്നും അവിടെയെല്ലാം സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾക്ക് നീയാണ് കാരണമെന്നും അറിഞ്ഞതിനാൽ അവിടുന്ന് മഹിതപ്രഭാവമാർന്ന ജഗജ്ജനനിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. സത്തും അസത്തും നിറഞ്ഞ വിശ്വത്തെ സൃഷ്ടിച്ച് ചൈതന്യ സ്വരൂപനായ പുരുഷനെ കാട്ടിക്കൊടുക്കുന്നു. 23 തത്വങ്ങളിൽ നീ ആടുന്ന ലീലയാണ് പ്രപഞ്ചമെന്നും ഞാൻ അറിയുന്നു. നീ അല്ലാതെ മറ്റൊരു വസ്തു ഈ ഭുവനത്തിലോ ബ്രഹ്മാണ്ടത്തിലോ ഇല്ല. ശക്തിയോട് ചേർന്നല്ലാതെ പുരുഷന് വ്യവഹാര പ്രഭാവം ഉണ്ടാവുകയില്ലെന്ന് ബുദ്ധിമാന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രഭാവം കൊണ്ട് വിശ്വം ചമയ്ക്കുന്നത് ജഗത്തിന് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതാണെന്ന് നിശ്ചയം. പ്രളയകാലത്ത് സകലതിനെയും ഹനിച്ചും എന്നാൽ തന്നുദരത്തിൽ അവയെല്ലാം ലയിപ്പിച്ചും വിളയാടുന്ന അവിടുത്തെ പ്രഭാവിലാസം ആർക്കാണ് അറിയാനാവുക? ഞങ്ങളെ മധുകൈടപന്മാരിൽ നിന്ന് രക്ഷിച്ച ശേഷം നീ സൃഷ്ടിച്ചതായ ലോകത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മാത്രമോ, ഞങ്ങളെ പരമസുഖത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിച്ച് നിന്നെ നേരിട്ട് ദർശിക്കാൻ ഭാഗ്യവും തന്നു. ഞാനും ബ്രഹ്മാവും ശിവനും അവിടുത്തെ മഹിമയെ വർണ്ണിക്കാൻ അശക്തരായ സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അല്ലയോ അമ്മേ, പറയൂ.
അവിടുത്തെ പ്രഭാവത്തിൽ ഇതുപോലുള്ള എത്ര ഭുവനങ്ങൾ അവിടുന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂവരെയും അവിടുത്തെ കാൽനഖമണിയിൽ തെളിഞ്ഞു കണ്ട ലോകത്ത് കണ്ടുവല്ലോ. അതുപോലെ മറ്റു ഭുവനങ്ങളിലും ഞങ്ങളുണ്ടോ? അവിടുത്തെ പ്രഭാവത്തിന് തുല്യമായ മറ്റൊന്നുമില്ല. ആരാലും അതിനെ പൂർണ്ണമായി അറിയാനും ആവില്ല. അവിടുത്തെ പാദങ്ങളാണ് ഞാൻ എന്നും എനിക്ക് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ രൂപം എൻ്റെ ഉള്ളിൽ സദാ വിളങ്ങട്ടെ. നിന്റെ നാമം എൻ്റെ നാവിലെന്നും സ്പന്ദിക്കട്ടെ. അവിടുത്തെ പാദങ്ങൾ എൻ്റെ കണ്ണിനകൾക്ക് എന്നും അനുഗ്രഹമാകട്ടെ. അവിടുന്ന് എന്നെ അവിടുത്തെ അടിമയായി കണക്കാക്കണം. ഭവതിയെ എൻ്റെ യജമാനത്തിയായി ഞാനും എല്ലായ്പ്പോഴും കണക്കാക്കിക്കൊള്ളാം. എന്നിൽ ആ സേവകഭാവം വികാസം പ്രാപിച്ച് അമ്മയും മകനും എന്ന മട്ടിലേക്ക് പരിണമിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മാണ്ടം എന്തെന്ന് നിനക്കറിയാം. കാരണം അറിവിൻ്റെ പരമപദം നീയാണ്. ഈ പാമരൻ അമ്മയോട് എന്തു പറയാനാണ്? അമ്മയ്ക്കറിയാത്തതായി എന്തുണ്ട്? അതിനാൽ ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല. അവിടുത്തെ ഹിതമാണ് എൻ്റെ ആജ്ഞ. വിശ്വത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്നും സംരക്ഷിക്കുന്നത് ഹരിയാണെന്നും സംഹാരശക്തി ശിവനാണെന്നും ലോകർ പറയുന്നു. എന്നാൽ അമ്മേ, അവിടുന്ന് നൽകിയ ശക്തി ഒന്നുകൊണ്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് ഈ പ്രഭാവങ്ങൾ ഉണ്ടായത്. സകലരുടെയും മാതാവായ ഭൂദേവിയല്ല ജഗത്തിനെ ഭരിക്കുന്നത്, മറിച്ച് നിന്റെ ആധാരശക്തിയാണ് അതിന് നിധാനമായുള്ളത്. സൂര്യൻ ജ്വലിക്കുന്നത് പോലും നിന്റെ പ്രഭയാലാണ്. ഇതൊക്കെയാണെങ്കിലും നീ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ബന്ധമില്ലാതെ ശുദ്ധസത്വമായി വിളങ്ങുകയും ചെയ്യുന്നു. ഞങ്ങൾ ത്രിമൂർത്തികൾ നിന്റെ ശക്തിയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. ജനനമെടുത്തവരാകയാൽ ഞങ്ങൾക്ക് മരണവും നിശ്ചയം. അപ്പോൾ പിന്നെ ദേവേന്ദ്രനടക്കമുള്ള ദേവതമാരും അനിത്യർ തന്നെയാണല്ലോ. നിത്യയായി ശാശ്വതയായുള്ളത് അമ്മേ നീ മാത്രമാണ്. അമ്മേ, നിന്റെ കാരുണ്യത്താലാണ് പുരാണ പുരുഷൻ പോലും ആത്മസത്വത്തെ അറിയുന്നത്. നീ ആത്മാവബോധം നൽകിയിരുന്നില്ലെങ്കിൽ ഞാൻ വിഭുവാണ്, ഈശനാണ്, അനാദിയാണ്, അനീഹനാണ്, സർവഭൂതങ്ങളുടെയും നിധാനമാണ് എന്നിത്യാദി തമോ ബുദ്ധികളിൽ അദ്ദേഹം അകപ്പെടുമായിരുന്നു. വിദ്വാന്റെ വിദ്യ, ബലവാന്റെ ബലം, കീർത്തിമാന്റെ കീർത്തി, മനുഷ്യന്റെ മുക്തി, കാന്തി, ശ്രീത്വം, തുഷ്ടി, വൈരാഗ്യം എന്നു വേണ്ട സകല പ്രഭാവങ്ങളും അവിടുന്നാണ്. വേദങ്ങളിലെ ഗായത്രിയായും സഗുണയായും നിർഗുണയായും സ്വാഹയായും ശിവയായും പ്രണവാധാരയായും നിലകൊള്ളുന്നത് നീയാണ്. അമരപൂർവജന്മാരുടെ മുക്തിയായി നീയാണ് വേദശാസ്ത്രാദികളെ ഉണ്ടാക്കിയത്. കടലിലെ അലകൾ പോലെ അത്യന്തഹീനമായ ചിന്മയ വസ്തുവിൻ്റെ അംശങ്ങൾ എങ്ങും ജീവസ്വരൂപമായി നിറഞ്ഞിരിക്കുന്നു. ജീവഭാവം പൂണ്ട അവയ്ക്ക് മോക്ഷമാർഗമായാണ് നീ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിധാനം എന്ന രഹസ്യം ജീവൻ അറിയുന്ന നിമിഷം അവിടുന്ന് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നു. വേദിയിൽ നടിക്കുന്നവൻ വേഷം മാറി വിരമിക്കുന്നത് പോലെ നീയും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്ത് പിൻവാങ്ങുന്നു. ഈ മോഹവിഷയക്കടലിൽ നിന്നും കരകയറ്റാൻ അമ്മേ, നിന്നെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. ദുഃഖം, കാമക്രോധാദി ലോഭങ്ങൾ എന്നിവയാൽ പൂരിതവും യാതൊരു പ്രയോജനവും ഇല്ലാത്തതുമായ സംസാരത്തിൽ നിന്ന് അമ്മേ എന്നെ രക്ഷിച്ചാലും മഹാവിദ്യയും പരമശിവയും സർവാർത്ഥ സാധികയുമായ അമ്മയുടെ കാലടികളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ജ്ഞാനപ്രകാശത്തിൻ്റെ അനുഗ്രഹം എന്നിൽ ചൊരിഞ്ഞാലും. സാക്ഷാൽ മഹാവിഷ്ണു ദേവിയെ സ്തുതിച്ച ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത് കേട്ടോ. അടുത്ത ദിവസം ശിവബ്രഹ്മസ്തുതിയാണ് കേൾക്കാനുള്ളത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.